നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി അധികം നോക്കാത്തൊരു ടോപ്പിക്കാണ് മലയാളം. പക്ഷേ വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും 10th ലെവൽ മെയിൻ എക്സാമിനും മലയാളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിശേഷണങ്ങളും എഴുത്തുകാരും എന്ന ടോപ്പിക്കാണ്. ഇത് PSC ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിശേഷണം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് കുറച്ചേ ഉള്ളൂ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് വിശേഷണങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വിശേഷണങ്ങളും എഴുത്തുകാരും. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? PSC ഈ കേരള പാണിനി 50 60 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ആര്? ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. കേരള പുഷ്കിൻ ONV കുറുപ്പാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരള പാണിനി AR രാജരാജവർമ്മ, കേരള പുഷ്കിൻ ONV കുറുപ്പ്. അപ്പൊ ഇങ്ങനത്തെ പേരുകളൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. കേരള പാണിനി AR രാജരാജവർമ്മ, കേരള പുഷ്കിൻ ONV കുറുപ്പ്. കേരള മയക്കോവ്സ്കി. കേരള മയക്കോവ്സ്കി എന്നറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. ആരാണ്? കെടാമംഗലം പപ്പുക്കുട്ടി. ഇതൊരു റെയർ ഫാക്റ്റ് ആണ്. അപ്പോൾ റെയർ ഫാക്റ്റ് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ടിക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ കേരള മയക്കോവ്സ്കി എന്നറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. കേരള മാർക്ക് ട്വെയിൻ. അപ്പം ഇതും റെയറായിട്ടാണ് ചോദിക്കാറുള്ളത്. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. അപ്പൊ കേരള മാർക്ക് ട്വെയിൻ ആരാ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേരള ഇബ്സൺ. ഇത് റിപ്പീറ്റിംഗ് ചോദ്യമാണ്. കേരള ഇബ്സൺ N കൃഷ്ണപിള്ള. കേരള ഇബ്സൺ ആരാ? N കൃഷ്ണപിള്ള. കേരള എമിലി ബ്രോണ്ടി. കേരള എമിലി ബ്രോണ്ടി രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മിയാണ് കേരള എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത്. കേരള ഏലിയറ്റ്. കേരള ഏലിയറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? NN കക്കാട്. കേരള ഏലിയറ്റ് NN കക്കാട്. കേരള ഓർഫ്യൂസ്. വീണ്ടും റിപ്പീറ്റിംഗ് ചോദ്യം. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേരള ഓർഫ്യൂസ്. കേരള വ്യാസൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. കേരള സൂർദാസ് ആരാ? പൂന്താനം നമ്പൂതിരിയാണ് കേരള സൂർദാസ്. കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കർ. രാമപ്പണിക്കറാണ് കേരള സ്പെൻസർ. അപ്പൊ ഇത്രയും കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താലോ? കേരള പാണിനി ആരാ? നിങ്ങളത് ചോദ്യം ചോദിക്കുമ്പം മനസ്സിലോർത്തോണം. കേരള പാണിനി AR രാജരാജവർമ്മ. കേരള പുഷ്കിൻ ONV കുറുപ്പ്. കേരള മയക്കോവ്സ്കി കെടാമംഗലം പപ്പുക്കുട്ടി. കേരള മാർക്ക് ട്വെയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേരള ഇബ്സൺ N കൃഷ്ണപിള്ള. കേരള എമിലി ബ്രോണ്ടി രാജലക്ഷ്മി. കേരള ഏലിയറ്റ് NN കക്കാട്. കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള കാളിദാസൻ. കേരള കാളിദാസൻ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുത്തോണം. കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരി. കേരള സ്പെൻസർ രാമപ്പണിക്കർ. ഓക്കെ ആണല്ലോ. ഇനി കേരള സ്കോട്ട്. റിപ്പീറ്റിംഗ് ചോദ്യമാണ്. കേരള സ്കോട്ട് CV രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. കേരള നെരൂദ എന്നറിയപ്പെടുന്നത് സച്ചിദാനന്ദൻ. സച്ചിദാനന്ദനാണ് കേരള നെരൂദ എന്നറിയപ്പെടുന്നത്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരാ? MD വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്. കേരള ടെന്നിസൺ. കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോന്റെ 3 വിശേഷണങ്ങൾ ഒരുമിച്ച് പഠിക്കുക. ടെന്നിസൺ,
ടാഗോർ, വാൽമീകി. ടെന്നിസൺ, ടാഗോർ, വാൽമീകി. ആരാ? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്. കേരള ഹോമർ എന്നറിയപ്പെടുന്നത് ആര്? കേരള ഹോമർ എന്നറിയപ്പെടുന്നത് ആയിപ്പിള്ള ആശാൻ. ആയിപ്പിള്ള ആശാനാണ് കേരള ഹോമർ എന്നറിയപ്പെടുന്നത്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവിയാണ്. കേരള ചോസർ, ചീരാമ കവി. കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത്, കേരള ജോൺ ഗന്ധർ എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടാണ് കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസ് ആരാ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത്, PSC റെയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിള. പുതുമലയാൺമതൻ മഹേശ്വരൻ ചോദിച്ചിട്ടുണ്ട്. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്നറിയപ്പെടുന്നത്. ഫലിത സമ്രാട്ട് എന്നറിയപ്പെടുന്നത്, ഫലിതം ആരാ? കുഞ്ചൻ നമ്പ്യാർ. ഭക്തകവി എന്നറിയപ്പെടുന്നത് ആരാ? ഭക്തകവി എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ് ഭക്തകവി എന്നറിയപ്പെടുന്നത്. പ്രകൃതി ഗായകൻ എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ് പ്രകൃതി ഗായകൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പ്രകൃതി ഗായകൻ എന്നറിയപ്പെടുന്ന ആരാ? G ശങ്കരക്കുറുപ്പ്. ദ്രാവിഡ പാരമ്പര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട രാമകൃഷ്ണൻ ദ്രാവിഡ പാരമ്പര്യത്തിന്റെ കവി. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനാണ്. അപ്പൊ ഈ വിശേഷണങ്ങളൊക്കെ എക്സാമിന് മുന്നേ 1-2 പ്രാവശ്യമെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ട് വേണം പോകാൻ. ഒരു ചോദ്യം എന്തായാലും ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? M മുകുന്ദനാണ്. അരക്കവി എന്നറിയപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട് പൂനം നമ്പൂതിരി. അതായത് 18 അരക്കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത് പൂനം നമ്പൂതിരിയാണ്. മാതൃത്വത്തിന്റെ കവി, ഇത് ചോദിച്ചിട്ടുള്ള മാതൃത്വത്തിന്റെ കവി ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മ. മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്നത്, മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പ്. നേരത്തെ ഒരെണ്ണം പറഞ്ഞല്ലോ, പ്രകൃതി ഗായകൻ G ശങ്കരക്കുറുപ്പ്. കൂടാതെ മൃത്യുബോധത്തിന്റെ കവി ആരാ? G ശങ്കരക്കുറുപ്പ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. നേരത്തെ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ഒരു വിശേഷണം പറഞ്ഞത് എന്താ? പുതുമലയാൺമതൻ മഹേശ്വരൻ എന്നറിയപ്പെടുന്നതും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ആശയഗംഭീരൻ ആശാൻ, ആ പേര് തന്നെ ഉണ്ടല്ലേ, ആശയഗംഭീരൻ ആശാൻ, കുമാരൻ ആശാൻ. ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ ചോദിച്ചിട്ടുള്ളതാ. ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പുതൂരാണ്. ഉണ്ണികൃഷ്ണൻ പുതൂരാണ് ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ആദി കവി ആരാ? വാത്മീകിയാണ് ആദി കവി. ഉജ്ജ്വല ശബ്ദാഠ്യൻ ചോദിച്ചിട്ടുള്ളതാ. ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉള്ളൂരാണ് ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്നത്. ഋതുക്കളുടെ കവി ചോദിച്ചിട്ടുണ്ട്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി നമ്പൂതിരിയാണ്. അപ്പോൾ ഉജ്ജ്വലൻ ഉള്ളൂർ, ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉള്ളൂരാണ്. ഓക്കെ. എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാ? വൈലോപ്പള്ളി ശ്രീധര മേനോൻ. വാക്കുകളുടെ മഹാബലി എന്നറിയപ്പെടുന്നത് ആരാണ്? P കുഞ്ഞിരാമൻ നായരാണ് വാക്കുകളുടെ മഹാബലി എന്നറിയപ്പെടുന്നത്. വാഗ്ദേവിയുടെ വീരഭടൻ, അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, വാഗ്ദേവിയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. കേരള സ്കോട്ടും ആരാണ്? CV രാമൻ പിള്ള. കൂടാതെ വാഗ്ദേവിയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നതും CV രാമൻ പിള്ളയാണ്. ശബ്ദസുന്ദരൻ ചോദിച്ചിട്ടുണ്ട്. ശബ്ദസുന്ദരൻ വള്ളത്തോളാണ്. അപ്പൊ വള്ളത്തോളിന്റെ മറ്റ് വിശേഷണങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ശബ്ദസുന്ദരനും കൂടെ അതിന് കൂടെ ആഡ് ചെയ്ത് വെക്കാം. ശക്തിയുടെ കവി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത്. കവിത ചാട്ടവാറാക്കിയ കവി ആരാ? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി ചോദിച്ചിട്ടുണ്ട്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നേരത്തെ ഒരു വിശേഷണം പറഞ്ഞത് എന്താ? എല്ലുറപ്പുള്ള കവിതകളുടെ കവി. കൂടാതെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവിയും വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. കുട്ടനാടിന്റെ കഥാകാരൻ അഥവാ കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? തകഴിയാണ്. ചോദിച്ചിട്ടുണ്ട്. കൂടല്ലൂരിന്റെ കഥാകാരൻ ചോദിച്ചിട്ടുണ്ട്. കൂടല്ലൂരിന്റെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. MT ആണ് കൂടല്ലൂരിന്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. സരസകവി ചോദിച്ചിട്ടുണ്ട്. മൂലൂർ S പത്മനാഭ പണിക്കരാണ് സരസകവി എന്നറിയപ്പെടുന്നത്. സരസ ഗായകൻ ആരാണ്?
KC കേശവപിള്ള. KC കേശവപിള്ളയാണ് സരസഗായകൻ. ഗാനഗന്ധർവൻ ചോദിച്ചിട്ടുണ്ട്. ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത്. സാഹിത്യ പഞ്ചാനൻ ചോദിച്ചിട്ടുണ്ട്. സാഹിത്യ പഞ്ചാനൻ PK നാരായണ പിള്ള. PK നാരായണ പിള്ളയാണ് സാഹിത്യ പഞ്ചാനൻ. ഗീതകങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് MP അപ്പനാണ്. MP അപ്പനാണ് ഗീതകങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത്. സ്പർശിച്ച് ആസ്വദിക്കാവുന്ന കവിതകളുടെ കവി. സ്പർശിച്ച് ആസ്വദിക്കാവുന്ന കവിതകളുടെ കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരി. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത്. ചോദിച്ചിട്ടുണ്ട്. സ്നേഹഗായകൻ ആരാണ്? കുമാരനാശാൻ. സ്നേഹഗായകൻ. ജനകീയ കവി ആരാണ്? ചോദിച്ചിട്ടുണ്ട്. ജനകീയ കവി കുഞ്ചൻ നമ്പ്യാരാണ്. തൊഴിലാളി കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കെടാമംഗലം പപ്പുക്കുട്ടിയാണ് തൊഴിലാളി കവി എന്നറിയപ്പെടുന്നത്. ബേപ്പൂർ സുൽത്താൻ ചോദിച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ. തൂലിക പടവാളാക്കിയ കവി. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റിംഗ് ചോദ്യം. തൂലിക പടവാളാക്കിയ കവി വയലാർ രാമവർമ്മ. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തൃക്കോട്ടൂരിന്റെ കഥാകാരൻ ആരാ? UA ഖാദർ. UA ഖാദർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് PSC റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വിശേഷണങ്ങളും എഴുത്തുകാരും എന്ന ടോപ്പിക്ക്. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, കയറി ലൈക്ക് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ GK ചോദ്യങ്ങളും ഡെയിലി GK ചോദ്യങ്ങളും അവിടെ ഇടുന്നുണ്ട്. അതുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്